ഡോക്ടർ ഫുഡിങ്ങിൻ്റെ മറ്റൊരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ റെസിപ്പി ചെയ്യുന്നത് എൻ്റെ പെങ്ങളാണ്. അപ്പോൾ അവളും മോളും കൂടെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നു അവൾ അടിപൊളിയായിട്ട് എന്തോ സംഭവം ഉണ്ടാക്കുന്നു. എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം അതെന്താന്ന്, അല്ല അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. നമ്മുടെ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് നമ്മുടെ പെങ്ങളാണ്. അപ്പം നമുക്ക് അവളോട് ചോദിച്ചേക്കാം, എന്തുവാണ് ഇനി ഇന്ന് സംഭവം? ഞാനൊരു സാധാരണ സ്റ്റൈല് ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു ബീഫ് ഫ്രൈ ഒന്ന് കണ്ടു നോക്കാം. കണ്ടു നോക്കാമെന്നല്ലോ, ശരിയാവോ? ശരിയാവും. ഇതുപോലെ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ല പണ്ട് നീ ഒരു സംഭവം ഉണ്ടാക്കിയിരുന്ന ഒരാഴ്ച ആശുപത്രിയൊക്കെ ആയിരുന്നു. അയ്യോ, ഇത് നന്നായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. നിനക്ക് അത്ര വിശ്വാസമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ 1 കിലോ ബീഫ് നമ്മുടെ തനി നാടൻ മസാലപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. 2 വിസിൽ വന്നപ്പോൾ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഫ്രൈക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇത്. നമ്മുടെ ചെറിയുള്ളി നന്നായി വൃത്തിയാക്കി ചതച്ച് വെച്ചിട്ടുള്ളത്. ഇത് തേങ്ങ ഒരു കുറച്ച് നീളത്തിൽ കീറി വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കറിവേപ്പില. ഇത് ഇഞ്ചി നീളത്തിലരിഞ്ഞത്. ഇത് പച്ചമുളക് നീളത്തിലരിഞ്ഞത്. പിന്നെ വേണ്ടത് കടുക് വേണം, കുറച്ച് ഉപ്പ് വേണം, പെരുംജീരകവും കുരുമുളകും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മീറ്റ് മസാലയാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മായമൊന്നും ചേരാത്ത നല്ല മീറ്റ് മസാലയാണ്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് യോജിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പെരുംജീരകവും കുരുമുളകും ഒക്കെ പൊടിച്ചത് ഒരു 2 സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ തനി നാടൻ മസാലയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ മീറ്റ് മസാലയാണ്. ഇതിട്ട് തന്നെയാണ് ഞാൻ ബീഫ് വേവിച്ചെടുത്തത്. ഇതൊരു 1.5 സ്പൂൺ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുക. ഇത് 1 കിലോ ബീഫാണ്. ഇത് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി മസാലയായിട്ടൊക്കെ ഒന്ന് യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കും. നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയി വരാനുണ്ട്. നമ്മുടെ ബീഫ് ഫ്രൈ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കറുപ്പ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞിട്ടുമുണ്ട്. നമ്മൾ ഏകദേശം നമുക്ക് വാങ്ങി വെക്കാനുള്ള സമയം. നമ്മളിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ചെറിയ 2 കാര്യം കൂടി ചെയ്യും. കുറച്ച് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കും. ഒരു നാരങ്ങയുടെ ജ്യൂസ് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നല്ലൊരു മണവും ഒക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നന്നായിട്ട് പിന്നീട് ഒന്നും കൂടി ഇറക്കി നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ മാളൂട്ടിയെ കൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
നല്ല കളറൊക്കെ ആയിട്ടില്ലേ? അടിപൊളി. അപ്പൊ നമ്മുടെ മാളു അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റ്. ഒരു പീസ് കൊടുക്കുന്നു. നമ്മുടെ ബീഫ് ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ എന്റെ ചേച്ചിക്ക് കൊടുക്കുന്നുണ്ടേ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മെൽവിന്, അത് കഴിഞ്ഞ് നമ്മുടെ മാളൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്തതാ, എന്നാലും ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? മൊത്തം എങ്ങനെയുണ്ട്? അഭിപ്രായം പറഞ്ഞു ചേച്ചി. ഒന്നും അഭിപ്രായം പറയാനില്ല, അത്രയ്ക്കും ടേസ്റ്റാ. മതി മതി, പിന്നെ നമുക്ക് ടേസ്റ്റ് ഉണ്ടല്ലോ, പിന്നെ പിന്നെ നീ എടുക്കാതെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവോ ബാക്കി? നല്ല ടേസ്റ്റ് ഉണ്ട്, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴേ നിങ്ങൾ ഞങ്ങളുടെ ബീഫ് ഫ്രൈഡ് വീഡിയോ കണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അടുത്തൊരു കൊച്ചു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. ടേക്ക് കെയർ, ബൈ ബൈ.